വിശ്വാസവും സാങ്കേതികതയും ഇഴചേർന്ന് രൂപം നൽകിയ അക്വിറ്റിസ് AI ലോകശ്രദ്ധ നേടുന്നു. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ ലോകത്തിനു മുൻപിലെത്തിക്കാൻ ശ്രമിക്കുകയാണ് സർവകലാശാല വിദ്യാർത്ഥികളായ പീറ്ററും തോമസ് കൂണിയും. ഡാലസ് സർവകലാശാലയിലെയും ബെയ്ലർ സർവകലാശാലയിലെയും വിദ്യാർത്ഥികളായ പീറ്റർ, തോമസ് കൂണി എന്നീ സഹോദരന്മാർ വികസിപ്പിച്ചെടുത്ത ഈ പ്ലാറ്റ്ഫോം കത്തോലിക്ക മൂല്യാധിഷ്ഠിതമായ ഒരു AI അനുഭവം ഉപയോക്താക്കൾക്ക് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. യുവാക്കളിൽ വർദ്ധിച്ചുവരുന്ന AIയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയ്ക്കാനും ഈ പുതിയ പ്ലാറ്റ്ഫോം സഹായകരമാകും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ രക്ഷാകർതൃ നിയന്ത്രണങ്ങൾ ഉൾപ്പെടുന്നതിനാൽ ഇത് കുടുംബങ്ങൾക്ക് ഉപയോഗം നിരീക്ഷിക്കാനും പരിധികൾ നിശ്ചയിക്കാനും ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അലർട്ടുകൾ നൽകാനും സഹായകരമാകുന്നു. സഭാ പഠനങ്ങളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങളാലും സഭയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകളാലും നിറഞ്ഞു നിൽക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾക്കിടയിൽ സഭാ പഠനങ്ങൾ, മതബോധന ഗ്രന്ഥങ്ങൾ, ചാക്രിക ലേഖനങ്ങൾ, സെന്റ് തോമസ് അക്വിനാസിന്റെ കൃതികൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളെ സമന്വയിപ്പിക്കുന്നതിലൂടെ വിശ്വാസത്തെയും ധാർമ്മിക വിഷയങ്ങളെയും കുറിച്ചുള്ള ആധികാരികമായ സ്രോതസ്സായി നിലകൊള്ളാനും ഈ പ്ലാറ്റ്ഫോം സഹായിക്കും. ദിവ്യകാരുണ്യത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കാൻ സാങ്കേതിക വിദ്യയുടെ ലഭ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച വിശുദ്ധ കാർലോ അക്വിറ്റിസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പ്രൊജക്ട് ആധുനിക രീതിയിൽ തന്റെ ദൗത്യം തുടരാൻ ശ്രമിക്കുന്നത്. യുവ കത്തോലിക്കരായ ഈ വിദ്യാർത്ഥികൾക്ക് അക്വിറ്റിസ് AI ഒരു ഉപകരണം മാത്രമല്ല, ഒരു ഡിജിറ്റൽ യുഗത്തിൽ പോലും സാങ്കേതിക വിദ്യയ്ക്ക് സത്യത്തെയും വിശ്വാസത്തെയും ദൈവത്തിന്റെ മഹത്വത്തെയും സേവിക്കാൻ കഴിയുമെന്നതിന്റെ ഒരു സാക്ഷ്യമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.